അപ്പോൾ അതാണ്ട് ഗൈസ്, ഞങ്ങളിവിടെ കുക്കിയുടെ മുടിയൊക്കെ ഒന്ന് സെറ്റാക്കാൻ പോവാണ്. അപ്പോൾ കുറച്ച് ദിവസമായി കേട്ടോ ചീവിയിട്ട്. അപ്പം പുറത്തൊക്കെ പോകുമ്പോൾ മാത്രമാണ് അവൾ സമ്മതിക്കുന്നത്. അപ്പോൾ ഡിജോ ഒരു ഹെയർ സീറം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം മെയിനായിട്ട് കുക്കിക്ക് വേണ്ടിയാണ് അത് വാങ്ങിച്ചത്. ഞാനും യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ അവളെ ഇരുത്താൻ വേണ്ടിയിട്ട് ടി വിയും ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ അവൾക്ക് കുറച്ച് ക്ലിപ്സൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ക്ലിപ്സൊക്കെ വെച്ച് കളിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഈ ഹെയർ സെറം ഉണ്ടെങ്കിൽ ഞാൻ എൻ്റെ ലിങ്ക് കൊടുത്തേക്കാം. അതുപോലെ തന്നെ സ്ട്രീക്സ് എന്ന് പറയുന്ന ബ്രാൻഡും നമുക്ക് അവൈലബിൾ ആണ്. അപ്പം അതുപോലെ തന്നെ നെറ്റിൽ, അതുപോലെ തന്നെ കിഡ്സിന് വേണ്ടിയിട്ട് പ്രത്യേക ഹെയർ സെറം ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഞാൻ നോക്കിയിട്ട് എൻ്റെ ലിങ്ക് ഇട്ടേക്കാം. അപ്പം നിങ്ങൾക്ക് വേണമെന്നവർ വാങ്ങിക്കാൻ പറ്റും. അപ്പം ഇത് ഇന്നലത്തെ കഥയാണ്. ഇന്നലത്തെ കഥ ഞാൻ പറയാട്ടോ ഗൈസ്. അപ്പം ഞങ്ങൾ ഓൾറെഡി തലേന്ന് ഉപ്പുമാവ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡിജോ കടയിൽ പോയിട്ട് വന്നപ്പോഴത്തേക്കും പഴം കിട്ടിയില്ല. അപ്പം എൻ്റെ വീടിൻ്റെ അടുത്തുള്ള കടയിൽ നിന്ന് പോയി പഴം വാങ്ങിച്ചോ എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ വീടിൻ്റെ അടുത്തുള്ള കടയിൽ പോകാൻ വേണ്ടിയിട്ട് രാവിലെ ഞങ്ങൾ പോയി. ഞാനും കുക്കിയും കൂടെ പോയി. അപ്പോൾ ആ കടയിലും പഴമില്ല. എന്നിട്ട് ഞങ്ങൾ കുറച്ച് നടന്ന് ഇച്ചിരി തൊട്ടപ്പുറത്തുള്ള കുറച്ച് നടക്കാനുണ്ട്. അവിടെ ഒരു ഗ്രോസറിയിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പം അവിടെ പോയപ്പോൾ അവിടെ പഴം ഉണ്ടെന്ന് എന്തായാലും പറഞ്ഞു. അപ്പം ഞങ്ങൾ പഴം വാങ്ങിച്ചു. അങ്ങനെ അതിൻ്റെ ബില്ല് പേ ചെയ്തതിന് ശേഷം, അപ്പോൾ കാർഡ് വെച്ചാണ് നമ്മൾ പേ ചെയ്യുന്നത്. അപ്പം അതിന് ശേഷം അപ്പം എനിക്കറിയാം അവൾ ചില സമയത്ത് ഇങ്ങനെ ഇപ്പം കടയിൽ കയറുമ്പോൾ പഠിച്ചിട്ടുണ്ട് അവൾക്ക് ലോളിപോപ്പ് അല്ലെങ്കിൽ മുട്ടായി അങ്ങനെ എന്തെങ്കിലും വേണം എന്നുള്ളത്. അപ്പോൾ കൂടുതൽ അവൾക്ക് ലോളിപോപ്പിനോടാണ് ഒരു ക്രേസ് ഇപ്പം. അപ്പോൾ ലോളിപോപ്പ് വേണമെന്ന് പറയും. ഇപ്പം ഡിജോയുടെ കൂടെയൊക്കെ പോകുമ്പം ഡിജോ അത് വാങ്ങിച്ചു കൊടുക്കും. അപ്പോൾ എന്താ സംഭവം എന്ന് പറഞ്ഞാൽ, അങ്ങനെ ഞാൻ ഇതിൻ്റെ ബില്ല് പേ ചെയ്തു. എന്നിട്ട് ഈ കഥ അങ്ങോട്ട് തുറന്നങ്ങോട്ട് ഇറങ്ങാൻ നേരത്തെ അവിടെ തന്നെ ഉണ്ടടാ വെച്ചേക്കുന്ന ഈ ഒരു ലോളിപോപ്പ് പിള്ളേരെ ആകർഷിപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവള് പറഞ്ഞു, അമ്മ എനിക്ക് ലോളിപോപ്പ് വേണമെന്ന് പറഞ്ഞേ. അപ്പം അന്നേരം ഞാനാണെങ്കിൽ അപ്പോൾ പുള്ളിയുടെ അടുത്ത് ചോദിച്ചു ഇതിന് എത്രയാണെന്നുള്ളത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അത് ഇവിടുത്തെ 50 ഫിൽസാണ് ഉള്ളത്. അപ്പോൾ പുള്ളി പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു, ഇപ്പോൾ അത് കാർഡിനകത്ത് എടുക്കാൻ പറ്റുമോ? കാരണം കാർഡ് മാത്രമേ എൻ്റെ അടുത്തുള്ളൂ. നമ്മൾ നോർമലി കാർഡിലാണ് കൊടുക്കുന്നത്, ഒരുമിച്ചാണ് ബില്ല് പേ ചെയ്യുന്നത്. പക്ഷേ അപ്പോൾ പുള്ളി പറഞ്ഞു, ഇല്ല, നമുക്ക് മിനിമം 5 രൂപ ഉണ്ടെങ്കിൽ മാത്രമേ അതിനകത്ത് എടുക്കത്തുള്ളൂ അവർ. അപ്പോൾ ഇത് 50 ഫിൽസ് അല്ലേ ഉള്ളൂ. അപ്പോൾ പുള്ളി പറഞ്ഞു, കുഴപ്പമില്ല, എടുത്തോ, കൊച്ചിന് കൊടുക്കുക എന്നുള്ള രീതിയിൽ. അപ്പോൾ ഇവളാണെങ്കിൽ ഇങ്ങനെ കൈയൊക്കെ കാണിച്ച് റെഡിയായിട്ട് എടുക്കാൻ വേണ്ടി ഇരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു, വേണ്ട, നമുക്ക് കുഴപ്പമില്ല, പിന്നെ നോക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇറങ്ങി. എന്നപ്പോൾ അവൾ പറഞ്ഞു, അമ്മ വേണമെന്ന് പറഞ്ഞ് അവളിങ്ങനെ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, നമുക്ക് അപ്പുറത്തെ കടയിൽ നോക്കാമെന്ന് പറഞ്ഞിട്ട് എങ്ങനെയെങ്കിലും കരയിപ്പിക്കാതെ വീട്ടിലെത്തിക്കാനുള്ള പ്ലാനായിരുന്നു എനിക്ക്. അപ്പോൾ അവളിങ്ങനെ ഞാൻ ബിൽഡിങ്ങിലോട്ട് നടക്കുവാണ്. അപ്പോൾ അവളിങ്ങനെ ചോദിക്കുന്നുണ്ട്, എവിടെയാണ് നമ്മുടെ അടുത്ത കട, എവിടെ നിന്നാണ് നമ്മൾ ഇനി ലോളിപോപ്പ് വാങ്ങിക്കാൻ പോകുന്നതെന്നൊക്കെ അവൾ പറഞ്ഞ്. അപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞു, മേളിൽ നമ്മുടെ റൂമിൻ്റെ അപ്പുറത്ത് കാണാൻ നമുക്ക് നോക്കാമെന്നൊക്കെ പറഞ്ഞ് എങ്ങനെയാണ്. എന്തായാലും നമ്മുടെ ബിൽഡിങ്ങിൽ കയറിയപ്പോൾ തന്നെ അവൾ ചെറുതായിട്ട് കരച്ചിൽ തുടങ്ങി. അങ്ങനെ എന്തായാലും നമ്മൾ ഫ്ലാറ്റ് റൂം എത്തിയപ്പോൾ തന്നെ അവൾ കരച്ചിലങ്ങ് തുടങ്ങി കേട്ടോ. അപ്പോൾ എനിക്ക് സങ്കടം വന്നു. പക്ഷേ അങ്ങനെ എന്തായാലും നമുക്ക് രാവിലെ ഫുഡ് കഴിച്ചില്ല, ഓൾറെഡി ലേറ്റായി. അപ്പം ഞാൻ അവിടുത്തെ പറഞ്ഞു, നമുക്ക് വൈകിട്ട് പാർക്കിൽ പോകുമ്പോഴോ കുറച്ച് ദൂരം നടക്കാനുണ്ട് അത്യാവശ്യം. അപ്പം നമ്മൾ പാർക്കിലിടയ്ക്ക് പോകാറുണ്ട്. അപ്പോൾ അവൾ ഇടയ്ക്ക് പാർക്കിൽ പോകണമെന്ന് പറഞ്ഞാൽ ഞാൻ കൊണ്ടുപോകും. അപ്പം ഞാൻ പറഞ്ഞു, കുക്കിക്ക് ഇന്ന് പോകണമെങ്കിൽ ഞാൻ പാർക്കിൽ പോയിട്ട് വരുമ്പോൾ ഞാൻ വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞു. അപ്പോൾ അവൾക്ക് ആ സമയത്ത് അതൊന്നും പറ്റത്തില്ല കേട്ടോ. പിന്നെ ഞാൻ കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ കൊടുത്ത് കഥയൊക്കെ പറഞ്ഞ്, നമ്മുടെ കയ്യിൽ പൈസ ഇല്ലാഞ്ഞുകൊണ്ടല്ലേ, നമ്മൾ പൈസ ഇല്ലാതെ സാധനം വാങ്ങിക്കാൻ പറ്റത്തില്ല, ആരെങ്കിലും അങ്ങനെ തന്നാലും നമ്മൾ പൈസ കൊടുത്തേ വാങ്ങിക്കാമെന്നൊക്കെ പറഞ്ഞപ്പോൾ അവൾ അത് കേട്ട് മനസ്സിലായി കേട്ടോ. എന്നാൽ അപ്പോൾ നമുക്ക് വൈകിട്ട് പോകുമ്പോൾ വാങ്ങിച്ചു തരണേ മമ്മ, അടുത്ത പ്രാവശ്യം പോകുമ്പോൾ വാങ്ങിച്ചു തരണേ മമ്മ എന്നൊക്കെ അവൾ പറഞ്ഞ്. എന്നിട്ട് അവൾക്ക് അത് കുറച്ച് കഴിഞ്ഞിട്ട് അവൾ അത് മറന്നിട്ട് ഉച്ചയ്ക്ക് ശേഷം അവളിങ്ങനെ പറയാൻ തുടങ്ങി, അവൾക്ക് പാർക്കിൽ പോകണം എന്നുള്ള സംഭവം. അപ്പം ഞാനാണെങ്കിൽ ഇവിടെ ഭയങ്കര ചൂടായതുകൊണ്ട് എങ്ങനെയെങ്കിലും
മനസ്സ് മാറ്റി നമുക്ക് ഇവിടെ ആകുമ്പം കുറച്ച് ഒരു റൂമിലാണ് നമുക്ക് AC ഉള്ളത്. അപ്പോൾ ഇവിടെയാണ് നമ്മൾ ഇടയ്ക്ക് AC ഒന്ന് 10-15 മിനിറ്റ് ഇടും, കുറച്ചൊന്ന് തണുത്തിട്ട് നമ്മൾ ഓഫ് ചെയ്യും. അങ്ങനെ ഇവിടെ ഒരു റൂമിലാണ് കൂടുതലും സ്പെൻഡ് ചെയ്യുന്നത് ഇപ്പോൾ. കാരണം നമ്മൾ കിച്ചണിലോട്ടോ അല്ലെങ്കിൽ ഹോളിലോട്ടൊക്കെ കാലങ്ങോട്ട് എടുത്ത് വെക്കുമ്പോൾ തന്നെ ഭയങ്കര ചൂടാണ്. അപ്പോൾ അതുപോലെയാണ് പുറത്തോട്ട് ഇറങ്ങുമ്പോൾ ഭയങ്കര രാത്രിയാണെങ്കിലും ഭയങ്കര ചൂടാണ്. താഴെ നിന്നിങ്ങനെ ഹീറ്റ് വേവ് ഇങ്ങനെ വരുന്നത് തന്നെ നമുക്ക് മനസ്സിലാവും. അപ്പം ഞാൻ പറഞ്ഞു കുക്കി ഭയങ്കര ചൂടാണ്, നമുക്ക് ഇവിടെ ഇരുന്നാൽ പോരെ. അപ്പോൾ അവൾ പറഞ്ഞു ഇല്ല അമ്മ, എനിക്ക് പുറത്തോണം പാർക്കിൽ പോകണം. അപ്പോൾ അവളങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് അവളുടെ ചെറിയ ആഗ്രഹം, ചെറിയ സന്തോഷം അങ്ങ് നടപ്പിലാക്കി കൊടുക്കണമെന്നുള്ള ഒരാഗ്രഹമുണ്ട്. എനിക്ക് വയ്യാഞ്ഞിട്ട് പോലും ഇനി തലകറങ്ങി വീഴുമെന്ന് പോലും എനിക്കറിയത്തില്ലായിരുന്നു. അങ്ങനെ എന്തായാലും അപ്പോൾ ഓക്കെ, ഞാൻ പോകുന്ന വഴി ലോളിപോപ്പ് നമുക്ക് വാങ്ങിക്കാമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ നമ്മൾ പോകുന്നതിന് വേണ്ടിയാണ് കേട്ടോ ഈ മുടിയൊക്കെ ചീവുന്നത്. അപ്പം അതിനു വേണ്ടിയാണ് അവൾ ഇവിടെ ഇരിക്കുന്നത്. അവിടെ ആ ഒരു പാർക്കിൽ പോകാനും ലോളിപോപ്പ് കഴിക്കാനൊക്കെ ഉള്ള ഒരു ഇൻട്രസ്റ്റ്. എന്നിട്ട് നമ്മൾ ഇറങ്ങിയതിന് ശേഷം നമ്മൾ അടുത്തുള്ള കടയിൽ പോയി ലോളിപോപ്പ് ചോദിച്ചപ്പം അത് നമ്മൾ ഫസ്റ്റ് പോയ കടയാണ് കേട്ടോ, മറ്റേത് ഇച്ചിരി നടക്കണം. അപ്പോൾ ഫസ്റ്റ് പോയ കടയിൽ അപ്പോൾ അവർ പറഞ്ഞു ലോളിപോപ്പ് ഇവിടെ ഇല്ലെന്ന് പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചെന്നാൽ ഇറങ്ങി മറ്റേ കടയിൽ നമ്മൾ രാവിലെ പോയ കടയിൽ പോകാമെന്ന് വിചാരിച്ചു. അപ്പം ഇവൾ എൻ്റെ കയ്യിൽ പിടിച്ചിട്ട് അങ്ങോട്ട് എന്നെ കൊണ്ടുപോവാണ്. എന്നിട്ട് കുറച്ച് കാഷ്യറിൻ്റെ കൗണ്ടറിൻ്റെ അപ്പുറത്ത് സ്റ്റേഴ്സിൻ്റെ അടുത്തവൾ പോയിട്ട് അവൾ പറഞ്ഞു അമ്മ ഇവിടെ ഉണ്ട് മുട്ടായി, ഇവിടെ ഉണ്ട്, എനിക്കിത് മതിയെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഇതിന് വേണ്ടിയിട്ട് ഇവിടെ ഡിജോ അടുത്ത് ചോദിച്ചിട്ട് 1.5 രൂപ 1 ദിർഹംസും 50 ഫിൽസും ഉണ്ടായിരുന്നു. അപ്പം അത് ഞാൻ എടുത്തുകൊണ്ടാണ് കേട്ടോ പോയത്, ഇത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അത്യാവശ്യത്തിന് നമ്മുടെ കയ്യിൽ കാർഡും ഉണ്ട്, അപ്പം എന്തെങ്കിലും എമർജൻസിക്ക് വേണ്ടിയിട്ട്. അപ്പം എന്തായാലും അപ്പം ഇവള് പറഞ്ഞു നമുക്ക് മമ്മ അതും അവിടെ മുട്ടായുണ്ട്. അപ്പം ലോളിപോപ്പ് അല്ലാത്ത ടൈപ്പ് ഒരു വേഫർ പോലത്തെ ഒരു സാധനം. അപ്പോൾ അത് പണ്ട് ഞാൻ ഡിജോ അടുത്ത് ചോദിച്ചപ്പോൾ ഡിജോ ചിരിച്ചപ്പോൾ പറഞ്ഞ് ഡിജോ ഇടയ്ക്ക് പോകുമ്പോൾ ഇവർ രണ്ടുപേരും തന്നെയൊക്കെ പോകുമ്പോഴത്തേക്ക് ഇത് വേണമെന്ന് ചോദിക്കുമ്പോൾ അന്നേരം അവൾ വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇപ്പം വേറെ ലോളിപോപ്പ് ഇല്ലാത്തത് കൊണ്ട് അവൾ എൻ്റെ കൈ പിടിച്ച് അങ്ങോട്ട് കൊണ്ടുപോയി അത് മതിയെന്ന് പറഞ്ഞു. അങ്ങനെ എന്തായാലും അവിടെ പോയി അത് വാങ്ങിച്ച് ഇറങ്ങി. അപ്പം ഞാൻ അവിടുത്തെ പറയുന്നുണ്ടായിരുന്നു നമുക്ക് ഇത് വാങ്ങിക്കുന്നതിന് മുന്നേ നമുക്ക് ആ മറ്റേ കടയിൽ പോയി ലോളിപോപ്പ് വാങ്ങിക്കാം. അപ്പോഴാണ് അവൾ ഇതെന്നെ കൊണ്ട് വാങ്ങിപ്പിച്ച് കടയിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ അവൾ പറഞ്ഞു മമ്മ ഇനിയും നമുക്ക് അടുത്ത കടയിൽ പോയി ലോളിപോപ്പ് വാങ്ങിക്കണമെന്ന്. അപ്പം എനിക്ക് ചിരി വന്നു. ഞാൻ പറഞ്ഞിട്ട് ഇനി അടുത്ത വട്ടം പോരെ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ എന്തായാലും കുറേ ദൂരമില്ല പാർക്കിൽ നടന്നു. അവിടെ എല്ലാം കളിച്ചു കഴിഞ്ഞിട്ട് തിരിച്ച് വന്നപ്പം ശരിക്കും നമുക്ക് പെട്ടെന്ന് വരാനുള്ള ഓപ്ഷനുണ്ട്. അപ്പം നമ്മളിത് പോയിട്ട് വന്നതാണ് കേട്ടോ രാത്രി. അപ്പം തിരിച്ച് വന്നപ്പോഴത്തേക്ക് നമ്മൾ ഇച്ചിരി കറങ്ങി കുറച്ചും കൂടെ ദൂരം നടന്ന് സിഗ്നലൊക്കെ ക്രോസ് ചെയ്താലേ ഉള്ളൂ മറ്റ് ലോളിപോപ്പ് കിട്ടുന്ന ആ ഒരു കടയിൽ എത്തത്തുള്ളൂ, ഗ്രോസറി. അങ്ങനെ അവൾ പറഞ്ഞു അവൾ വരാമെന്ന് പറഞ്ഞു. അങ്ങനെ കുറച്ച് ദൂരം ഞാൻ എടുത്തു. എനിക്ക് എടുക്കാൻ ഭയങ്കര പാടാണ്, അവളെ കൊണ്ട് നടക്കാനായിട്ട് ഭയങ്കര ടയർഡാവും. അപ്പോൾ അവളെന്തായാലും നടക്കാമെന്നൊക്കെ സമ്മതിച്ച് കുറച്ച് ദൂരം അങ്ങനെ എന്തായാലും അവളെ കൊണ്ട് പൈസ കൊടുപ്പിച്ചിട്ട് അവിടെ തന്നെ നമ്മൾ ലോളിപോപ്പ് വാങ്ങിച്ചു കേട്ടോ. അപ്പോൾ അവൾക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു, ഭയങ്കര സന്തോഷമായിരുന്നു. എന്നിട്ട് നമ്മളിപ്പോൾ ഇവിടുന്ന് ജസ്റ്റ് കയറി വന്നപ്പോൾ അവൾ ആ ലോളിപോപ്പ് കഴിച്ചുകൊണ്ടാണ് വന്നത്. ഇപ്പം തീർത്തതേ ഉള്ളൂ കേട്ടോ. അങ്ങനെ അവളെ മുടിയൊക്കെ കാണിക്കാൻ പറഞ്ഞപ്പോൾ അവൾ ഒളിച്ചിരിക്കുക.